മിണ്ടിയാൽ തട്ടിപ്പ്, അനങ്ങിയാൽ തട്ടിപ്പ്, തട്ടിപ്പിനായി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് സഹോദരങ്ങൾ. The soul of royal art, കൈരളി ജുവലേഴ്സ്. അതാണ് ഈ മുട്ടിൽ മരംമുറി സംഘത്തിലെ ആളുകൾ. ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, മറ്റേയാളുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഇവര് 3 പേരും കൂടി, അല്ലെങ്കിൽ ഇവരുടെ കുറേ ആളുകൾ എല്ലാം ചേർന്ന് സകലതും തട്ടിക്കുകയാണ്. എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട്, അതായത് രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണി വരെ പറഞ്ഞാലും ഇവരുടെ തട്ടിപ്പിൻ്റെ കഥകൾ തീരില്ല എന്നുള്ളതാണ്. കാരണം ഓരോന്നിലും തട്ടിപ്പ്. മാംഗോ ഫോൺ തട്ടിപ്പ്, മുട്ടിൽ മരമുറി തട്ടിപ്പ്, മെസ്സി തട്ടിപ്പ്, പിന്നെ ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും തട്ടിപ്പ്. ഇന്നിപ്പോൾ ഫിഫ നിലവാരത്തിൽ ഉള്ള സ്റ്റേഡിയം ചോർന്നൊലിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കാണാനിടയായി. ഈ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ, അതായത് വലിയ ലൈറ്റുകൾ, രാത്രിയിലും കളിക്കാവുന്ന തരത്തിലുള്ള പ്രകാശം കിട്ടുന്ന ലൈറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും കോടികളുടെ തട്ടിപ്പാണ് ഈ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൊട്ടാൽ തട്ടിപ്പ്, എന്ത് ചെയ്താലും തട്ടിപ്പ്. ഈ തട്ടിപ്പിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതലായി പോകില്ല. കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച റഷ്യൻ കമ്പനിയെ സ്പോൺസറായ RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, വഞ്ചിച്ചതായി പരാതി ഉയരുന്നു. സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച ലൈറ്റിംഗ് ടെക്നോളജീസ് എന്ന കമ്പനിക്ക് കരാർ പ്രകാരം നൽകാനുള്ള 3.68 കോടി രൂപ നൽകാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കബളിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്പനികളെ മാത്രമല്ല, വിദേശ കമ്പനികളെ വരെ പറ്റിക്കുകയാണ്. സ്റ്റേഡിയം നവീകരണത്തിനായി 70 കോടി രൂപ ചെലവാക്കി എന്നാണ് സ്പോൺസറായ RBCയുടെ അവകാശവാദം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 6 കോടിയിലധികം രൂപയുടെ കൊട്ടേഷനാണ് ആദ്യം നൽകിയിരുന്നത് എങ്കിലും ചർച്ചകൾക്കൊടുവിൽ തുക കുറച്ചു. ഇതിൽ 1.4 കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് മുൻകൂറായി ലഭിച്ചത്. ISL മത്സരങ്ങൾക്കായി പണി വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് സ്പോൺസർ ആവശ്യപ്പെട്ടതനുസരിച്ച് ലൈറ്റിംഗ് ടെക്നോളജീസ് കൃത്യസമയത്ത് തന്നെ ജോലി പൂർത്തിയാക്കി കൊടുത്തു. എന്നാൽ പണി കഴിഞ്ഞ് 8 മാസം പിന്നിട്ടിട്ടും ബാക്കി തുക നൽകാൻ റിപ്പോർട്ടർ കമ്പനിക്കാർ തയ്യാറായില്ല, അല്ലെങ്കിൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ തയ്യാറായില്ല. പണം കിട്ടാതായതോടെ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDA വിഷയത്തിൽ ഇടപെടണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. GCDA ചെയർമാനും സെക്രട്ടറിക്കും കമ്പനി നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. ജൂൺ 16 സെക്രട്ടറിക്കും പിന്നീട് ജൂലൈയിൽ ചെയർമാനുമാണ് കമ്പനി കത്തയച്ചത്. എന്നാൽ ഈ കരാറിൽ തങ്ങൾ കക്ഷിയല്ലെന്നും അതിനാൽ പണം നൽകാനുള്ള ബാധ്യത ഏറ്റെടുക്കാനാവില്ല എന്നും GCDA വിലയിരുത്തുന്നു. പണം നൽകാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും സ്പോൺസർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ലൈറ്റിംഗ് ടെക്നോളജീസ് വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് എവിടെ തൊട്ടാലും എന്ത് ചെയ്താലും തട്ടിപ്പ്, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചെങ്കമ്പുഴ പാടിയതുപോലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം ഇവന്മാരുടെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം. കിട്ടാവുന്നിടത്ത് കിട്ടാവുന്നവരെ, വിദേശ കമ്പനികളെ, സ്വന്തം കമ്പനികളെ, സർക്കാരിൻ്റെ ഭാഗമായുള്ള മന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ, എല്ലാവരെയും പറഞ്ഞും ചെയ്തും പറ്റിച്ചും തട്ടിച്ചും നടക്കുന്ന ഇവരെ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വന്നിരുന്ന് പച്ചക്കള്ളങ്ങൾ വിളമ്പുന്നത് കാണുമ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ, മലയാള മാധ്യമ മേഖലയ്ക്കല്ല, ലോകമാധ്യമ സമൂഹത്തിന് തന്നെ നാണക്കേടായി മാറുന്നു. ഇത്രയും നാണം കെട്ടവന്മാർ, പറ്റിക്കുന്നവരെയും തട്ടിക്കുന്നവരെയൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. വലിയ വലിയ കോടികൾ പറ്റിച്ചവരും തട്ടിച്ചവരുമൊക്കെയുണ്ട്. പക്ഷേ എന്നിട്ട് വന്നിരുന്ന് ഇങ്ങനെ മെഴുകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മാധ്യമ ലോകം തന്നെ അപമാനിതമാകുന്നു എന്നതാണ് സത്യം.